നമ്മുടെ കേരളം ആരോഗ്യരംഗത്ത് എത്ര വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ട് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ. അതിൽ ഏറ്റവും വലിയൊരു ലീപ്പ്, ഒരു കുതിച്ചു ചാട്ടമുണ്ടായ ഒരു കാലമാണ് ഈ പറയുന്ന കഴിഞ്ഞ 7.5 വർഷത്തെ പിണറായി 1ാം 2ാം സർക്കാരിൻ്റെ ഭരണകാലമെന്ന് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം അതിനെ നമ്മൾ കുടുംബ കേന്ദ്രങ്ങളായിട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതായത് പണ്ട് നമ്മുടെ ഓരോ പഞ്ചായത്തിലുണ്ടായിരുന്നത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. അതിനെ നവീകരിച്ച് പിന്നെ OPയും IP ഉൾപ്പെടെ മറ്റ് ഫാർമസി സംവിധാനങ്ങളെല്ലാം ഉള്ള വലിയ കെട്ടിടങ്ങളിലേക്ക് മാറ്റി നിർമ്മിച്ച് സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അതിനെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതിനൊരു വലിയ തുകയാണ് നമ്മുടെ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പഞ്ചായത്തിലെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് അവയെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അതുമുതൽ ജില്ലാ ആശുപത്രി വരെ, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി വരെയുള്ള ഈ ഒരു പാക്കേജിൽ വലിയ തുകയാണ്, വൻതുകയാണ് കേരളം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും ഈ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൺവേർട്ട് ചെയ്തപ്പോൾ, അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അതിന് കീഴിൽ ആ പഞ്ചായത്തിൽ വേറെ 2-3 ഡിസ്പെൻസറികൾ അനുവദിച്ചിട്ട് അതിന് ഓരോന്നിനും കേരള സർക്കാർ ആരോഗ്യവകുപ്പ് ഏതാണ്ട് ഒരു 50 ലക്ഷത്തിലധികം രൂപയാണ് അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ പല പഞ്ചായത്തുകളിലും പുതിയ ഡിസ്പെൻസറികൾ അങ്ങനെ ഈ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ മാറ്റം ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ചികിത്സാ സംവിധാനത്തിൽ അതിൻ്റെ 95% ചെലവ് വഹിക്കുന്നത് സംസ്ഥാനമാണ്. കേന്ദ്രത്തിൻ്റെ വിഹിതം വെറും 5%. ഈ അല്പത്തരം എന്ന് പറയട്ടെ, എന്നിട്ട് അതിനകത്ത് കാണിച്ച അല്പത്തരം എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഉടനെ നിർദ്ദേശം വന്നു, കേന്ദ്ര സഹായം, അതായത് 100 രൂപ ചെലവഴിച്ചാൽ 95 രൂപയും കേരള സർക്കാരിൻ്റെ 5 രൂപയാണ് കേന്ദ്രം തരുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുക അവിടെ മോദിയെ ബ്രാൻഡ് ചെയ്യുക. ഇതെന്ത് രാഷ്ട്രീയമാണിത്? ഇതിനെതിരെയാണ് ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വരുന്നത്, ഇതുപോലുള്ള സമീപനത്തിനെതിരെ. മുൻകാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് മാറ്റണം. കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് വെച്ചാൽ ഞങ്ങളിനി വായ്പ തരത്തില്ല, അല്ലെങ്കിൽ ഗ്രാൻഡ് തരത്തില്ല ആരോഗ്യവകുപ്പിന്. നിങ്ങൾ പേരവിടെ വെക്കണം, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് മാറ്റണം. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം, അല്ലെ മുമ്പ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി, ഇങ്ങനെ ഓരോന്നിനും ഇതിന് പേര് മാറ്റി ഇങ്ങനെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി വെക്കണമെന്നാണ് നിർദ്ദേശം. ഇറ്റ് ഈസ് ഒഫീഷ്യൽ, കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമാണ്. കേരളം പറഞ്ഞു നോ നോ നോ, ആ പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും എഴുതി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേരളത്തിൻ്റെതായ ഒരു സംസ്കാരമില്ലേ? ഇങ്ങനെ ഓരോ ചെറിയ തുക തരുന്ന പദ്ധതിക്ക് പോലും ഉടനെ കേന്ദ്രത്തിൻ്റെ പേര് വെക്കണം. കേരളം പേര് വെക്കുന്നില്ലല്ലോ. നമ്മൾ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നു, ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നു, ഗവൺമെൻറ് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നു, ഗവൺമെൻറ് ഡിസ്പെൻസറി എന്ന് പറയുന്നു. ഇതിൻ്റെ അകത്ത് വേറെ പേരുകൾ നമ്മൾ വെക്കുന്നില്ലല്ലോ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ മര്യാദയ്ക്ക് നമ്മൾ ഇതിനൊരു പേരിടുന്നു. ഇതെന്തോന്നാ ഇത് മോദി ബ്രാൻഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും വളരെ ചീപ്പായ രീതിയിൽ. ഇതിനൊക്കെ ഒരു ഔചിത്യമില്ലായ്മ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ കേരള ബ്രാൻഡിങ് ഒന്നും ഇല്ലാത്തടത്ത് കേന്ദ്ര ബ്രാൻഡിങ് വെക്കണം. അതായത് തുക കൂടുതലും ചിലവഴിക്കുന്ന കേരളം ബ്രാൻഡിങ് അവിടെ എഴുതി വെക്കുന്നില്ല. ഞങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം ഇന്നാര് എന്ന് പറയുന്ന പോലെ നമ്മൾ എഴുതി വെക്കുന്നില്ല. പക്ഷെ കേന്ദ്രം ചെയ്തു കഴിഞ്ഞാൽ അത് ചെറിയൊരു പൈസയാണെങ്കിലും അവിടെ എഴുതി വെച്ചേ മതിയാവും. അതാണ് നരേന്ദ്രമോദി ബ്രാൻഡിങ്. അതായത് നരേന്ദ്രമോദി ഒരു പ്രൊഡക്റ്റാണ്, ഒരു ബ്രാൻഡ് ഉൽപ്പന്നമാണ് എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ആ ഉൽപ്പന്നത്തെയാണ് ഈ സൈബർ ലോകം വഴിയൊക്കെ ബ്രാൻഡ് ചെയ്യുന്നത്. മോദി ഈസ് എ പ്രൊഡക്റ്റ്. അതിനെ മീഡിയ കവറേജിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ കവറേജിലൂടെയും അതിനെ അവതരിപ്പിക്കുക. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കേന്ദ്രം തരുന്ന ഏത് പദ്ധതിക്കും അകത്തും അവിടെ ഒരു ബോർഡ്, ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യം ദാ ഇന്നാര്, ഈ വീടിൻ്റെ ഐശ്വര്യം ദാ ഇന്നാര്. ഇതെന്തോന്ന് രാഷ്ട്രീയമാണിത്? ഇതിനെയാണ് നമ്മൾ മീഡിയ
മാറിയിട്ട് മോഡിയ രാഷ്ട്രീയം അല്ലെ മോദിയ രാഷ്ട്രീയം എന്ന് പറയേണ്ടി വരുന്നത്. മീഡിയ മുഴുവൻ ഇപ്പം മോദിക്ക് പിന്നാലെയാണല്ലോ, മോദി ആൻഡ് BJP, അതായത് മാപ്രകൾ ഉൾപ്പെടെ. അപ്പോൾ മീഡിയ എന്നത് മാറ്റി നമ്മൾ മോഡിയ അല്ലെ മോദിയ എന്നാക്കുന്നതായിരിക്കും നല്ലത്. ആ മോദിയ കാമ്പയിനാണ് ഈ വരുന്ന ലോക്സഭ ഇലക്ഷനിൽ കാണാൻ പോകുന്നത്. കേരളത്തിലും ഈ രാജ്യം മുഴുവനും മോദിയ ഇലക്ഷൻ. മീഡിയ മോദിയായിട്ട് മാറിക്കഴിഞ്ഞു. അതിൻ്റെ കാഴ്ചകൾ കെട്ടുകാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിലും കണ്ടത് ഈ കെട്ടുകാഴ്ചകളാണ്. മോദിയ കെട്ടുകാഴ്ചകളുടെ കാലമായി കഴിഞ്ഞു. അതിനെ നമ്മൾ എങ്ങനെ നേരിടണമെന്ന് കോൺഗ്രസിനോ കഴിയുന്നില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തെറ്റായ ചിന്ത കൊണ്ട് കോൺഗ്രസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ജാഥ നടത്തി അതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. ആ ജാഥ കൊണ്ട് എന്ത് ഗുണമുണ്ടാവുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്.